അങ്ങേയറ്റത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് നിഷാകാന്ത് ദുബെയുടെ ഭാഗത്തുണ്ടായത്. കോടതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭീഷണി സ്വരം. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഇത്തരം തുറന്ന പറച്ചിലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോടതി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. നാട്ടിലെ നീതിയും നിയമവും ഉറപ്പാക്കേണ്ട ഏറ്റവും പരമോന്നതമായ നീതിന്യായ കോടതിയാണ്. ആ കോടതിയിൽ കേസുകൾ വരും. കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനം ഉണ്ടാവും. ചില തീരുമാനങ്ങൾ വന്നാൽ ആ കോടതി വിധികളെല്ലാം മഹത്തരമെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ വന്നാൽ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, ക്ലിയർലി എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഇതിലേക്കാൾ സംശയമില്ല. ലോക്സഭാ സ്പീക്കർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ല, സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ഗൗരവതരമായ സുപ്രീം കോടതി സ്വമോട്ട ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതല്ലേ? കാരണം ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹമാണ് ഈ കലാപങ്ങൾക്കെല്ലാം പിന്നിൽ, അദ്ദേഹത്തിന്റെ വിധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു ജഡ്ജിക്ക് ഇനി വിധി എഴുതാൻ പറ്റും? ഇത്തരം ഒരു അവസ്ഥയിൽ, ഇത്തരം ഒരു ഭീഷണിയിൽ ഏതെങ്കിലും ജഡ്ജിക്ക് തുറന്നെന്തെങ്കിലും പറയാൻ എഴുതാൻ പറ്റൂ? ന്യായം നടപ്പിലാക്കാൻ പറ്റൂ? അപ്പോൾ ഇത് സുപ്രീം കോടതി വിധി നമുക്കെല്ലാവർക്കും അറിയാം. പാർലമെന്റിൽ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ, വഖഫ് ബില്ലിന്റെ ചർച്ച നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉന്നയിച്ചതാണ്, ഇത് ആർട്ടിക്കിൾ 26 ലംഘനമാണ്. കോടതിയെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത പ്രൊവിഷനുകൾ അതിനകത്തുണ്ട് എന്ന് ക്ലിയറായിട്ട് നമ്മളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പൊ പറയുന്നത് പാർലമെന്റ് മഹത്തരമാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം മാത്രമല്ല, ഏറ്റവും വലിയ ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പോലും കോടതിയെ ആക്രമിക്കുകയാണ് പാർലമെന്റിന്റെ പേര് പറഞ്ഞ്. പാർലമെന്റിൽ ചർച്ചകൾക്ക് പോലും അവസരമുണ്ടോ? പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരമുണ്ടോ? ഒരു ഭാഗത്ത് പാർലമെന്റിന്റെ മഹത്വം പറയും, മറുഭാഗത്ത് പാർലമെന്റിനെ വെറും മോക്കറിയാക്കിയിട്ട് ചെറിയ ഭൂരിപക്ഷത്തിന്റെ അടിച്ചേൽപ്പിക്കലിലൂടെ പാർലമെന്റിൽ എല്ലാ നിയമനിർമ്മാണങ്ങളും ബുൾഡോസ് ചെയ്യല്ലേ ചെയ്യുന്നത്. നീതിപൂർവമായ ചർച്ചയ്ക്ക് പാർലമെന്റ് പോലും അവസരമാക്കുന്നില്ലല്ലോ. മെയ് 5 വീണ്ടും ഈ വഖഫ് കേസ് സുപ്രീം കോടതിയിൽ വരികയാണ്. ഒരു പരിധിവരെ ഇങ്ങനെ സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇത് കൃത്യമായിട്ടും സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തി വിരട്ടി നിർത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. ഇത് അങ്ങേയറ്റത്തെ ഗൗരവതരമായ കാര്യമാണ്. ഈ നാട്ടിലെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. കോൺഗ്രസ് പാർട്ടി അതീവ ഗൗരവതരമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. വേറെന്താ മാർഗം? ഒരാളെ കൊണ്ടൊരു ഭാഗത്ത് പറയിപ്പിക്കുക. ഇത് ഇദ്ദേഹം ആദ്യമായിട്ടാണോ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾ കേട്ടതാണല്ലോ. എല്ലാ ദിവസവും സബ്മിഷൻ കിട്ടുന്ന ഏക മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്? അപ്പോഴെല്ലാം പാറ്റേണേജ് കൊടുത്ത പാർട്ടി BJP അല്ലേ? അങ്ങനെയാണെങ്കിൽ തള്ളിപ്പറയുന്നെങ്കിൽ നടപടി എടുക്കുന്നുണ്ടോ? തയ്യാറുണ്ടോ പാർട്ടി? ഇതെല്ലാം വെറും ഐ വാഷിംഗ് ആണ്. ആ തള്ളിപ്പറയൽ വെറും ഐ വാഷിംഗ് ആണ്. ഇത് ക്ലിയർ ഇന്റൻഷനാണ് ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുക. തങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ആ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തി വരട്ടാൻ നോക്കുക എന്നുള്ള ശ്രമമാണ്. ക്ലിയർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. നിലമ്പൂരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഞാൻ മാധ്യമം ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോണില്ല. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഓരോ ദിവസം പറയും ഇന്ന് പ്രഖ്യാപിക്കുന്ന നാളെ. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപിക്കുന്നതിന് ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും വരും. ഒരഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാകാൻ പോണില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് അതിനെ ഊതി ഉറപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് പറയുന്നതിനകത്ത് ഒരടിസ്ഥാനവുമില്ല. ഇതിനകത്ത് സംശയമില്ല. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയവുമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടൻ വരും. നിങ്ങളീ പറയുന്ന പോലെ ഒരാശങ്കയും അവിടെയില്ല, ഒരഭിപ്രായ വ്യത്യാസവും അവിടെയില്ല. എല്ലാവരും ഞാൻ പറയട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. ആ ഇലക്ഷൻ നോക്കിക്കോ. നിങ്ങൾ എഴുതി വെച്ചോ. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞോട്ടെ, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടായിരിക്കും ആ തിരഞ്ഞെടുപ്പിനെ നേരിടുക.